വൈദികന്റെ ലൈംഗിക അതിക്രമം ചെറുത്തതിനെ തുടർന്ന് സഭയിൽ നിന്നും പുറത്താക്കൽ ഭീഷണി നേരിടുന്ന കന്യാസ്ത്രീയുടെ ജീവനും ഭീഷണി. വർഷങ്ങൾക്ക് മുമ്പ് സിസ്റ്റർ അഭയക്കുണ്ടായ ദുരന്തം തനിക്കും നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് സിസ്റ്റർ. കണ്ണൂരിലെ താണയിൽ നിന്നും തന്റെ കുടുംബക്കാരെത്തിയ ശേഷം ഉന്നത പോലീസ് മേധാവികൾക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു. ഇറ്റലി ജനോവ ആസ്ഥാനമായുള്ള സിസ്റ്റേഴ്സ് ഓഫ് സെയിന്റ് ആഗത്ത കോൺവെന്റിൽ 13 വർഷമായി കന്യാസ്ത്രീയായി സേവനമനുഷ്ഠിക്കുകയാണ് പരാതിക്കാരി. അതിനു മുമ്പ് DPM സഭയിൽ 12 വർഷവും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. DPM സഭയിലെ ഒരു വൈദികന്റെ അനാശാസ്യം താൻ കണ്ടതിനെ തുടർന്നുണ്ടായ ഭീഷണിയാണ് അവിടെ നിന്നും സെന്റർ ആഗത്തയിലെത്തുവാൻ കാരണം. ഇവിടെയും 3 വർഷം ഫോർമേഷൻ കോഴ്സ് ചെയ്ത ശേഷമാണ് തിരുവസ്ത്രം സ്വീകരിച്ചത്. അധാർമിക പ്രവർത്തികൾ കണ്ടില്ലെന്ന് നടിക്കുന്നവർക്കും മാത്രമേ സഭകളിൽ നിൽക്കാനാവൂ എന്ന സ്ഥിതിയാണ്. തുറന്നെതിർക്കുന്നവരെ ഏത് വിധേനയും പുറത്തു ചാടിക്കുകയാണെന്നും ഇവർ പറയുന്നു. ഇറ്റലിയാണ് സെന്റ് ആഗത്ത കോൺവെന്റിന്റെ ആസ്ഥാനമെങ്കിലും ആകെയുള്ള 64 സിസ്റ്റർമാരിൽ 3 പേർ ഒഴികെയുള്ളവരെല്ലാം മലയാളികളാണ്. മധ്യപ്രദേശിലെ പഞ്ചാറിലെ കോൺവെന്റിൽ നിൽക്കുന്നതിനിടെയാണ് ഇടുക്കി സ്വദേശിയായ വൈദികന്റെ പീഡന ശ്രമം നടന്നത്. കോൺവെന്റിനോട് ചേർന്നുള്ള പള്ളിയിലെ ധ്യാനഗുരുവാണ് വൈദികൻ. ഇയാൾ മുറിയിലേക്ക് തള്ളിക്കയറ്റിയ ശേഷം കടന്നുപിടിക്കുവാൻ ശ്രമിച്ചെങ്കിലും കുതിറിമാറിയാണ് രക്ഷപ്പെട്ടത്. എല്ലാം ദുസ്വപ്നമായി കണ്ട് അവിടെ തന്നെ തുടരാൻ ശ്രമിച്ചെങ്കിലും വികാരി മദർ സുപ്പീരിയറെ സ്വാധീനിച്ച് തന്നെ ഇറ്റലിയിലേക്ക് പറഞ്ഞുവിട്ടു. 2 വർഷത്തോളം അവിടെയും അധ്യാപികയായി ജോലി ചെയ്തു. കഴിഞ്ഞ ജനുവരി 1-നാണ് തിരുവസ്ത്രം ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് മടങ്ങണമെന്ന നിർദ്ദേശം ജനറൽ സുപ്പീരിയർ അറിയിക്കുന്നത്. കാര്യമെന്തെന്ന് വ്യക്തമാക്കണമെന്ന് പറഞ്ഞപ്പോൾ ശാരീരികമായി കയ്യേറ്റത്തിന് മുതിർന്നു. എന്നിട്ടും എല്ലാം സഹിച്ച് 40 ദിവസം കൂടി അവിടെ കഴിഞ്ഞു. തനിക്ക് പറയാനുള്ളത് വീഡിയോയിൽ പകർത്തി CD ആക്കി രഹസ്യമായി മറ്റൊരു സിസ്റ്റർക്ക് കൈമാറിയ ശേഷം ആലുവയിലെ മഠത്തിലെത്തുകയായിരുന്നു. 20-ന് രാവിലെ 10 മണിയോടെ ആലുവ തോട്ടക്കാട്ടുകരയിലെ മഠത്തിലെത്തിയ തന്നെ അവിടെയുള്ള 3 പേർ ചേർന്നാണ് അകത്ത് പ്രവേശിപ്പിക്കാതെ തടഞ്ഞത്. ബാഗ് എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഇവരും കാരണമൊന്നും വ്യക്തമാക്കിയില്ല. തുടർന്ന് ആലുവ പോലീസ് സ്റ്റേഷനിലെത്തി പ്രിൻസിപ്പൽ SI PA ഫൈസലിനെ നേരിൽ കണ്ട് പരാതി അറിയിച്ചു. വ്യക്തിപരമായ സംരക്ഷണം നൽകാമെന്നും എന്നാൽ സഭാകാര്യത്തിൽ ഇടപെടാനാകില്ലെന്നും പറഞ്ഞ പോലീസ് കൈയൊഴിഞ്ഞു. പിന്നീട് രാത്രി 8:45 നാട്ടുകാരുടെ സഹായത്തോടെയാണ് ആലുവ ജനസഭയിൽ താൽക്കാലിക സംരക്ഷണം ഒരുക്കിയത്. സഭയുടെ എത്ര വലിയ പീഡനം ഏൽക്കേണ്ടി വന്നാലും തിരുവസ്ത്രം ഉപേക്ഷിക്കില്ലെന്നും കന്യാസ്ത്രീയായി തന്നെ ജീവിക്കുമെന്ന നിശ്ചയദാർഢ്യത്തിലാണ് ഇവരിപ്പോഴും. സെക്ഷലായിട്ടും അദ്ദേഹത്തിന് എന്നെ ഉപയോഗിക്കാൻ ഞാൻ അനുവദിച്ചില്ല. അദ്ദേഹം ഒരു സ്പിരിച്വൽ ഡയറക്ടറും ഒരു ധ്യാനഗുരുവാണ്. ഞാനും അദ്ദേഹത്തിനടുത്ത് സംസാരിച്ചിട്ടുണ്ട്. 3 വർഷം എനിക്ക് ഒരു സംശയവും തോന്നിയിട്ടില്ല. ഒരു ദിവസം ക്രിസ്മസിന് വിഷ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എൻ്റെ സ്വന്തമാണ്, എനിക്ക് വേണ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഒരു കൊല്ലം ഇങ്ങനെ പോയി ഞാൻ ഇത് മൈൻഡ് ചെയ്തു. ഒരു ദിവസം ഞാൻ കാറ്റക്കിസം കഴിഞ്ഞ് ഞങ്ങളുടെ 2 സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടെന്ന് ഓർത്തു. പക്ഷെ അവർ ഷോപ്പിങ്ങിന് പോയതായിരുന്നു. അത് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. കരോളിന് പിരിച്ച് പൈസ കൊടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ പൈസ കൊടുത്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന് മുറിയിലോട്ട് ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ ഞാൻ എതിർത്തു. ഞാൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, നമ്മൾ ഈ വസ്ത്രം ഇട്ടിട്ട് നമ്മുടെ വസ്ത്രത്തിന് ചേർന്നതല്ല, ഇങ്ങനെ പാപം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പേടി കൊണ്ടായിരിക്കും അത്. പക്ഷെ ഞാൻ ഈ സംഭവം ആരോടും പറഞ്ഞില്ല. അദ്ദേഹം ഇല്ല, ഈ ഒരു ഇതോടുകൂടി അദ്ദേഹം പിന്നെ ഇങ്ങനത്തെ അതിന് മുന്നേ പല പ്രാവശ്യം അദ്ദേഹം എന്നെ തോണ്ടുകയും ഇതൊക്കെ ചെയ്തു. അപ്പം ഞാനിങ്ങനെ തമാശയാക്കി ഇങ്ങനെ വിട്ടു. കാരണം ഇദ്ദേഹം മലയാളി അച്ഛനാണ്. അപ്പം ഞാൻ മദറിനോട് പറഞ്ഞപ്പോൾ മദർ പറഞ്ഞു, അനിത വായടയ്ക്ക് വേറെ ഏത് അച്ഛനെ കുറിച്ച് രൂപത പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും, അദ്ദേഹം ഒരു വിശുദ്ധനായ വൈദികനാ, അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അവസരം അവർ തന്നില്ല. അദ്ദേഹം അവിടുത്തെ സ്പിരിച്വൽ ഡയറക്ടറും ഞങ്ങൾ പാരിഷ് പ്രീസ്റ്റ് അച്ഛൻ്റെ അവിടെ പ്രൊവിഡൻസ് കോൺവെന്റ് സ്കൂളിന് പച്ചോർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ പ്രൊവിഡൻസ് കോൺവെന്റ് എയർപോർട്ടിൽ ഞാൻ വന്ന് ഇവിടെ ഇറങ്ങി സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ഇവരോട് ടിക്കറ്റ് ചെയ്ത് 6-ന് സബീനയുടെ കൂടെ വരണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്നോട് 3 വർഷം എന്നോട് നിന്ന് എയർപോർട്ടിൽ ഞാൻ ഇവിടെ വന്നു. ഇവിടെ ബാഗ് വെച്ച് മണി അടിക്കുകയും ഇവർ ഒരുങ്ങിയ 6-ാം തീയതി 11-ാം തീയതി തിരിച്ചു പോകേണ്ട സബീന പുഞ്ചയിൽ നിന്ന ആള് ഇന്ന് വരുമ്പോൾ എന്നെ ഇവിടുന്ന് ഹരാസ് ചെയ്യാൻ വേണ്ടി ഇതുവരെ ഇറ്റലിക്ക് പോയിട്ടില്ല. എന്നോട് അവിടുന്ന് പറഞ്ഞു സബീന ഇന്ന് 11-ന് അവിടെ എത്തുമെന്ന്.
പോകാതെ ഇവിടെ നിന്ന് ഞാൻ വന്ന് കഥ കടിച്ചപ്പോഴത്തേക്കും 3 പേരും കൂടെ എൻ്റെ പച്ചോറിൽ എൻ്റെ ലഗേജ് ഇവിടെ അവർ എത്തിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റേത് തന്നെയല്ല, അത് വേറെ അവർക്ക് നിശ്ചയമില്ല അതൊക്കെയാണ്. ഒരു 3-4 ബാഗ് പുറത്തോട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് പറഞ്ഞു, നീ ഇവിടുത്തെ ആളല്ല, ഇവിടെ കയറിയേക്കരുത്, നീ ഇവിടുത്തെ സിസ്റ്റർ അല്ല, ഇവിടെ ഞങ്ങൾക്ക് വേണ്ട, വേഗം കയറി പൊക്കോളാൻ പറഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം പോലും നിന്നില്ല. ഞാൻ വെയിലത്ത് നിന്ന് അപ്പം അവിടെ നിന്ന് എനിക്ക് മൊബൈൽ സിമ്മില്ലായിരുന്നു, ചാർജ് ആയില്ലായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് എടുത്തത് സിമ്മ്. അത് കഴിഞ്ഞ് ഞാനിവിടുന്ന് വിഷമിക്കുന്ന കണ്ട 2 മരംവെട്ടുകാരും, കോൺവെന്റിന്റെ മുന്നിലുള്ള 2 മരംവെട്ടുകാർ അവിടുന്ന് അവരിങ്ങനെ നോക്കി. അന്നേരം എന്നോട് ചോദിച്ചു, എന്നാ പണി അവിടെ കൊണ്ട് പണിയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരുന്നു എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ വിളിക്കുക, എനിക്ക് ഫോൺ തരണ്ട, നിങ്ങൾ എൻ്റെ വീട്ടുകാരോട് വിളിച്ചു തരാം. എന്നാൽ വീട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ല, താനാ തീരുമാനം എടുക്കേണ്ടത്, ഞങ്ങൾക്ക് വീട്ടുകാരോട് ഇതില്ല. ഞാൻ പറഞ്ഞു, വീട്ടുകാരെ എന്തൊക്കെയാണ് എന്നെ സ്വീകരിക്കേണ്ടത്, നിങ്ങൾ വീട്ടുകാരെ അറിയിക്കാതെ അവർ വരികയല്ലെന്ന് പറഞ്ഞു. എനിക്ക് തന്നെ അങ്ങനെ കയറി നിങ്ങൾ അറിയിക്കാതെ സ്ഥിതിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റുമല്ലെന്ന് പറഞ്ഞു. അത് തന്നെയല്ല, എനിക്കിനി പോകാൻ ഒരു വഴിയിടമില്ല, 40 വയസ്സായി, ഇനി ഞാൻ ജീവിക്കേണ്ടത് ഈ കോൺവെന്റ് ജീവിതം, എനിക്ക് വേറൊരു ജീവിതം വേണ്ട. അതുകൊണ്ടാണ് നിങ്ങളുടെ പീഡനം 40 ദിവസം ഞാൻ ഇറ്റലി കിടന്ന് സഹിച്ചതെന്ന് പറഞ്ഞ അവസാന ദിവസം. അതിനുശേഷം ഞാൻ ആ ചേട്ടന്മാരോട് ചോദിച്ച് അവരെനിക്ക് ഫോൺ തന്നു. ഞാൻ ബിജുവിനെ, എൻ്റെ അനുജനെ വിളിച്ചിങ്ങനെ സംഭവം എന്ന് പറഞ്ഞു. അന്നേരം അത് കണ്ട സർ സബീന വീട്ടിലോട്ട് വിളിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നോട് മറുപടി ഒന്നും പറഞ്ഞില്ല. വന്നപ്പം തൊട്ട് ഇവിടെ കയറണ്ട, കയറിപ്പോക്കും, ഒരു ഗ്ലാസ് വെള്ളം പോരുത്, ഞാൻ മുറ്റത്ത് നിൽക്കാൻ ഉച്ച വരെയല്ല 3:45 വരെ. അത് കഴിഞ്ഞ ശേഷം 3:45 ആയപ്പോൾ ഞാൻ ഇവിടെ ആലുവ സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു, അവിടുത്തെ വനിതാ പോലീസിനെ വിളിച്ചിട്ട് എന്നെ ഇന്ന് 2 ദിവസത്തേക്ക്, അതായത് തിങ്കളാഴ്ച വീട്ടുകാർ വരും, അവർക്ക് ഇന്ന് എല്ലാവരും ജോലിക്കാരായതുകൊണ്ട് അവർക്ക് വരാൻ പറ്റുകയില്ല, അപ്പോൾ ഇവിടെ വന്ന് സംസാരിച്ച് ഇവിടുന്ന് തീർത്ത് പോകാമെന്നുള്ള ഇതിൽ എന്നോട് പറഞ്ഞു. 2 ദിവസം ഇവിടെ എന്നെ അക്കോമഡേഷൻ തരാൻ പറഞ്ഞു. അവർ ജന്മം ചെയ്ത് അങ്ങോട്ട് കയറ്റുകയില്ല. അത് കഴിഞ്ഞ് വനിതാ പോലീസ് വന്നപ്പം അവർ പറഞ്ഞു അവർക്ക് സഭാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇടപെടാൻ പറ്റില്ല, പക്ഷേ സിസ്റ്ററിൻ്റെ സേഫ്റ്റിക്ക് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്ന്. അന്നേരം സർ സബീന പറഞ്ഞു, ഞങ്ങൾ കൊണ്ട് കണ്ണൂർ വിടാമെന്ന്. ഞാൻ പറഞ്ഞു, സർ സബീനയോട് ഞാൻ പോകുകയില്ല, നെറ്റിൽ നിന്ന് പീഡിപ്പിക്കാൻ ഏറ്റവും മുൻനിരയിൽ നിന്നയാളെ, എനിക്ക് ജീവന് പേടിയുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് പോകില്ല. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞു ഇൻ്റർസിറ്റിക്ക് കയറി. അങ്ങനെ ഒരു സന്ധ്യ ആയതുകൊണ്ട് ഞാനൊന്നല്ലെങ്കിൽ അടുത്ത വീട്ടിലെവിടെയെങ്കിലും സഹായം ചോദിച്ചോളാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ വരുന്നത്. നിത്യവ്രതത്തിന് ഒരുങ്ങാമെന്ന് പറഞ്ഞ് എന്നെ ഇവർ ഇറ്റലിക്ക് കൊണ്ടുപോയി. പക്ഷെ അതിൻ്റെ അടിസ്ഥാന കാരണം ഒരച്ഛൻ എന്നോട് അഭിമര്യാദയായി പെരുമാറി. ഞാൻ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അച്ഛാ ഇത് നമ്മുടെ സന്യാസ ജീവിതത്തിന് ചേർന്നതല്ല, നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അദ്ദേഹം എനിക്കെതിരെ തിരിഞ്ഞ മദറിനോട് ചെന്ന് പറഞ്ഞു, അനിത എന്നെ ശല്യപ്പെടുത്തുകയെന്ന് പറഞ്ഞു. അങ്ങനെ ശല്യപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോൾ മദർ എന്നോട് ചോദിക്കുകയും അതിൻ്റെ പേരിൽ എന്നെ കുറേ പേടിപ്പിക്കുകയും ചെയ്തു. അന്നേരം ഞാൻ മദറിനോട് പറഞ്ഞു, മദറെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ വസ്ത്രം ഊരി വെച്ചിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഇങ്ങനെയൊന്നും മിഷനിൽ ഉണ്ടാകുന്ന അദ്ദേഹം ഒരു ധ്യാന ഗുരുവെന്ന്, പിന്നെ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയരുത്, ഈ കാര്യം പുറത്ത് പറയരുതെന്ന് പറഞ്ഞ് അവരവിടെ ക്ലോസ് ചെയ്തു. പക്ഷെ അതിൻ്റെതായ പേരിൽ എന്നെ ഒത്തിരി ഒരു മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നെ പുറത്തിറക്കുകയില്ല, കുത്തുവാക്ക് പറയും, എല്ലാം ചെയ്യും. അത് കഴിഞ്ഞ് സ്കൂളിലെ സിൽവർ ജൂബിലിയും സൊവനിയറിൻ്റെ ചാർജും ആദ്യത്തെ CBSE ബാച്ചിൽ 10ലെ പിള്ളേരെല്ലാം എന്നെ ഏൽപ്പിച്ച് എല്ലാം ഭംഗിയായി ചെയ്തപ്പം ഇറ്റലിയിൽ നിന്ന് മദറും ഇവിടുത്തെ മദറും കൂടെ പറഞ്ഞു, എന്നാൽ നീ ഒത്തിരി ടയേർഡായില്ല, നമുക്ക് ഇറ്റലി പോയി വിശ്രമിച്ച് അവിടുന്ന് നിത്യവ്രതം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ നിത്യവ്രതത്തിന് വേണ്ടി 2012 മെയ് മാസം 21-ാം തീയതി ഇവിടുന്ന് കൊണ്ടുപോവുകയും അവിടെ ചെന്ന് 1 വർഷത്തിന് ശേഷം എന്നെ തിരിച്ച് നിത്യവ്രതം കഴിഞ്ഞ് ഇങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു, അത് അങ്ങനെ പറ്റുകയില്ല, അതായത് നിന്നെ ഒരു സ്കൂളേ ഉള്ളൂ, അവിടെ നിന്നെ വേണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ മാനുവൽ വർക്ക് നിനക്ക് ഇതില്ല, പ്രാക്ടീസ് ഇല്ല, നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് കോൺഗ്രിഗേഷൻ എന്ത് പ്രോഫിറ്റ് ആയതിനാൽ നിനക്ക് ഇവിടെ തുടരാൻ പറ്റുകയില്ലെന്ന് അന്ന് തുടങ്ങി 2013 തുടങ്ങി കൂടുതൽ മാനസിക പീഡനം വരുത്തുകയും 2014 എനിക്ക് ശിക്ഷ എന്ന പോലെ ഇവർ വ്രതത്തിന് എന്നെ അനുവദിക്കാതെ ഇതൊരു ശിക്ഷയല്ല, വിശുദ്ധരൊക്കെ സഹിച്ചതല്ലേ എന്ന് പറഞ്ഞ് എന്നെ മദർ ജനറൽ സപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 2015 1-ാം തീയതി രാവിലെ അടുക്കളയിൽ പണിതുകൊണ്ടിരുന്ന എന്നോട് വിളിച്ച് പറയുന്നു, നാളെ നിന്റെ ടിക്കറ്റ് റെഡിയാണ്, ഇവിടുന്ന് ജനോവയിൽ നിന്ന് തണുപ്പത്ത് 6 മണിക്കൂർ ട്രെയിനിൽ കയറി നീ റോമിൽ ചെല്ലുമ്പോൾ നിന്റെ ടിക്കറ്റ് റെഡിയാണ്, നീ നാട്ടിൽ പോയി നിന്റെ സന്യാസ ഒരു വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മദർ ഈ നിമിഷം വരെ മദറിനെ എല്ലാ കാര്യത്തിലും അനുസരിച്ച് ഞാൻ ഈ കാര്യത്തിൽ എനിക്ക് വീട്ടുകാരോട് പറയണമെന്ന് പറഞ്ഞു. വീട്ടുകാർ നിനക്ക് എന്താ 40 വയസ്സായി, നിനക്ക് വീട്ടുകാരെന്താ ഉത്തരവാദിത്വം? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കൾച്ചർ അനുസരിച്ച് ഞങ്ങൾ വീട്ടുകാർക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മദർ അറിയിക്കാൻ പറഞ്ഞു വീട്ടിലോട്ട്. മദറിന് ഇറ്റാലി മാത്രമേ അറിയത്തുള്ളൂ. അസിസ്റ്റന്റ് മദറായ സിസ്റ്റർ വിക്ടോറിയ മംഗലത്ത്, സർ ഷേർലി തെക്കേൽ,
പിന്നെ സർ സബീന പുഞ്ചയിൽ ഇവരെല്ലാം മലയാളികളാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ വിളിച്ചു പറയാൻ പറഞ്ഞു. അവരാരും വിളിച്ചു പറഞ്ഞില്ല. വീട്ടിലോട്ട് നോ സെക്ഷൽ ഹരാസ്മെന്റ് അല്ല, ഫിസിക്കൽ ഹരാസ്മെന്റ്. അതായത് സർ സബീന പുഞ്ചയിൽ എന്ന് പറഞ്ഞ ആൾ എന്നെ പിടിച്ച് ഉന്തുകയും സർ ഷേർലി, സർ വിക്ടോറിയ മംഗലത്തും സർ ഷേർലി ഒരു കഥ കടച്ച്, വലിയ കഥ കടച്ച് എൻ്റെ കൈ രണ്ടും ബലമായി പിടിച്ച് എൻ്റെ തലമുണ്ട് ഊരിക്കൊണ്ട് പോയി. അത് ഞാൻ പള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു സിസ്റ്ററായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ വസ്ത്രങ്ങളും എടുത്തവർ മാറ്റിയിട്ട് കട്ടിലെ കൊണ്ട് അമ്മൂമ്മമാർ ധരിക്കുന്ന വസ്ത്രം നിരത്തി വെച്ചിട്ട് പിന്നെ ഞാൻ കയറി വന്നപ്പം അവർ താഴേന്ന് വലിയ കഥ കടച്ചിട്ട്, അതായത് മോളിൽ ടെറസിൽ പോകുന്ന അവിടെ വേറെ ആർക്കും കമ്മ്യൂണിറ്റിയിൽ ആർക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു കഥ കടിച്ച് കൈ ബലമായി പിടിച്ച് എൻ്റെ തലമുണ്ടൂരി ഉടുപ്പ് വലിച്ചു കയറാനുള്ള പ്ലാന് കയ്യെ പിടിച്ച് ഇങ്ങനെ ഉടുപ്പെ പിടിച്ച് വലിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ തൊട്ടു പോകരുത്, ഇന്ത്യ രാജ്യം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പതിയെ വിട്ടിട്ട് പോയി. അതിനുശേഷം മദർ എല്ലാവരുടെയും കാങ്കൽ അടുക്കളയിൽ നിന്ന് പ്ലേറ്റ് വാഷ് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ തത്തിച്ച് 4-5 ഇങ്ങനെ തത്തിച്ചിറക്കിയപ്പോൾ ഞാൻ പറഞ്ഞു മദറെ ഇനി എന്നെ വിട്ടേക്ക്, ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞു.